ഹലോ, ഞാൻ ഡോക്ടർ ജീന ബാബുരാജ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, വടകര, കോഴിക്കോട്, കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ ഓങ്കോളജി കമ്മിറ്റി, ഫോക്സി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ HPV വാക്സിനേഷൻ പ്രോഗ്രാമിൽ ഇന്ത്യൻ മെയ്ഡ് സെർവോവാക് വാക്സിൻ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് വിദേശ നിർമ്മിതമായ ഗാഡാസിൽ വാക്സിൻ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഒന്നാമതായി, നമ്മുടെ ഈ വാക്സിനേഷൻ പ്രോഗ്രാമിൽ സിംഗിൾ ഡോസ് HPV വാക്സിനേഷനാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഒരു ഡോസ് വാക്സിൻ മതി എന്നുള്ളത്. ഈ ഗാഡാസിലാണ് ആദ്യമായി ലൈസൻസ് കിട്ടിയ HPV വാക്സിൻ. അത് 2006 ആണ്. അത് 2009 അതിൻ്റെ WHO പ്രീ ക്വാളിഫിക്കേഷനും കഴിഞ്ഞതാണ്. സിംഗിൾ ഡോസ് ഗാഡാസിൽ വാക്സിൻ ഇഫക്റ്റീവ് ആണെന്ന് പല സ്റ്റഡീസും പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതുമാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ 2022 WHO റെക്കമെൻഡേഷൻ വന്നിരുന്നു സിംഗിൾ ഡോസ് HPV വാക്സിൻ 9 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓഫ് ലേബലായിട്ട് കൊടുക്കാം എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് 2 ഡോസ് വാക്സിൻ യങ്ങർ ഏജ് ഗ്രൂപ്പിനും 3 ഡോസ് വാക്സിൻ എബോവ് ദ ഏജ് ഓഫ് 15 ഇയേഴ്സും ആയിരുന്നു. നമ്മുടെ ഇന്ത്യൻ വാക്സിനായ സെർവോവാക് ആദ്യമായി ലൈസൻസ് കിട്ടിയത് 2023 ഈ 2023 ലൈസൻസ് കിട്ടിയ വാക്സിൻ ഇതുവരെ WHO പ്രീ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പ്രോസസ്സിംഗ് നടക്കുന്നതേ ഉള്ളൂ. കൂടാതെ സിംഗിൾ ഡോസ് സെർവോവാക് ഇഫക്റ്റീവ് ആണോ എന്നുള്ള സ്റ്റഡി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2027 മാത്രമേ അത് പുറത്തു വരികയുള്ളൂ, അതിൻ്റെ റിസൾട്ട് വരികയുള്ളൂ. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു സിംഗിൾ ഡോസ് സെർവോവാക് HPV വാക്സിൻ ഇഫക്റ്റീവ് ആണ് എന്നുള്ളതിനുള്ള തെളിവ് കിട്ടുകയുള്ളൂ. ആ തെളിവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനുള്ള ലൈസൻസ് കിട്ടുകയോ അത് ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയുടെ HPV വാക്സിനേഷൻ പ്രോഗ്രാമിൽ സിംഗിൾ ഡോസ് ഗാഡാസിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ HPV വാക്സിനേഷൻ പ്രോഗ്രാം ഗവി ഫൗണ്ടേഷനാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനാണ്. WHO പ്രീ ക്വാളിഫിക്കേഷനും ഇത്രയും നാളത്തെ സ്റ്റഡീസുമുള്ള വെൽ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ മാത്രമേ അവർ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അതിനാലാണ് ഈ HPV വാക്സിനേഷൻ പ്രോഗ്രാമിൽ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വാക്സിനായ സെർവോവാക് ഉപയോഗിക്കാതെ വിദേശ MSDയുടെ ഗാഡാസിൽ ഉപയോഗിക്കുന്നത്. വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ള ആ ഡിസിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ വർഷം കൊടുക്കുന്നത് 14 വയസ്സുള്ള കുട്ടികൾക്ക്, അടുത്ത വർഷം 14 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കും. പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമുക്ക് 14 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് പ്രോഗ്രാമിൽ വാക്സിനേഷൻ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് അതിൽ പ്രായം കൂടിയിട്ടുള്ള കുട്ടികൾ വാക്സിനേഷൻ അല്ലാത്ത രീതിയിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നോ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്.